കേരളത്തിലെ 1254 മഹാക്ഷേത്രങ്ങളിൽ ദശലക്ഷക്കണക്കിന് രൂപയുടെ തിരുവാഭരണങ്ങളും വളരെ വിലപിടിപ്പിച്ചുള്ള പൗരാണിക പ്രാധാന്യമുള്ള മൂല്യം കണക്കാക്കാൻ വയ്യാത്ത സമ്പത്തുകളുമുണ്ട്. കൊടിമരത്തിൻ്റെ പോളുകൾ കോൺക്രീറ്റിലേക്ക് മാറ്റണമെന്ന് ബോർഡ് തീരുമാനിക്കുകയും അന്ന് തന്ത്രിമാരുൾപ്പെടെയുള്ള എല്ലാ സമസ്ത താന്ത്രിക ആചാര്യന്മാരും അതിനോട് സർവാൽപ്പനായി യോജിക്കുകയും ചെയ്തൊരു കാര്യമാണ്. അതേ തന്ത്രിമാർ തന്നെയാണ് പിൽക്കാലത്ത് ഇത് വീണ്ടും തടിയിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ദേവസ്വം ബോർഡിൽ എവിടെ കൊടിമരം ഉണ്ടാക്കിയാലും ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ അവിടെ പ്രത്യക്ഷപ്പെടും. സ്വമേധയാ കമ്മീഷൻ ഇരിക്കാവുന്ന ഒരു പാരിതോഷികം പറ്റാതെ ഇരിക്കാമെന്ന് പറയുക, വന്ന് ചെയ്യുക. എവിടെ കൊടിമരം ഉണ്ടായാലും അഡ്വക്കേറ്റ് കമ്മീഷൻ എത്തും. ഈ 215 വർഷത്തിൽ ആദ്യമാണ് ഇത്രയുള്ള ഗുരുതരമായ ഒരു സംഭവം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അസഹനീയമായ സംഭവമാണ്. ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത സംഭവമാണ്. നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ CR രാധാകൃഷ്ണനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശബരിമല സ്വർണ്ണക്കള്ള അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. ഒന്നിനു പിറകെ ഒന്നായി പുതിയ അന്വേഷണങ്ങൾ വരുന്നു, പുതിയ പ്രതികൾ വരുന്നു. അതിനിടെ ആദ്യകാലത്ത് അറസ്റ്റിലായ ചില പ്രധാന പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ കഴിഞ്ഞ വർഷങ്ങളായി അവിടെ നടന്നിരുന്ന, വർഷങ്ങളായി അത് മൂടി വച്ചിരുന്ന പല അഴിമതികളും പണാപഹരണങ്ങളും ക്ഷേത്രവിരുദ്ധ പ്രവർത്തനങ്ങളും ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം 1999 ക്ലാഡ് ചെയ്ത ശബരിമല ശ്രീകോവിലിൻ്റെ ആ സ്വർണ്ണ പാളികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അപഹരണങ്ങൾ, അത് പിന്നീട് 2018-19 കാലത്ത് അത് നന്നാക്കാനെടുത്തതും അതിൻ്റെ മെയിൻ്റനൻസിനും എടുത്തത് അതിലുള്ള അപഹരണങ്ങൾ, അതിലുള്ള സ്റ്റാറ്റ്യൂട്ടറി വിരുദ്ധ പ്രവർത്തനങ്ങൾ, അശാസ്ത്രീയമായ ബന്ധങ്ങൾ, അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും പുറത്തുനിന്നുള്ള ചില അപഹർത്താക്കളും കടന്നുകൂടിയ സംരംഭങ്ങൾ, ഇതെല്ലാം വ്യാപകമായി അന്വേഷിക്കപ്പെടുകയും പലരും ജയിലിലേക്ക് പോവുകയും അവർ ചാർജ് വ്യക്തമായി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പുറത്തേക്ക് വരികയും ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ ആ ഗുരുതരമായ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹിന്ദു ധർമ്മ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏതാണ്ട് 215 വർഷത്തെ ഒരു ഹിസ്റ്ററി, രാജഭരണത്തിൻ്റെ ചരിത്രവും അത് കഴിഞ്ഞ് കവനേറ്റിംഗ് സ്റ്റേറ്റിൻ്റെ ചരിത്രവും അത് കഴിഞ്ഞ് കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രവും അതിനുണ്ട്, ഭരണചരിത്രമാണ്. ഈ 215 വർഷത്തിൽ ആദ്യമാണ് ഇത്രയുള്ള ഗുരുതരമായ ഒരു സംഭവം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അസഹനീയമായ സംഭവമാണ്. ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത സംഭവമാണ്. അപ്പോൾ അതുണ്ടായിട്ടില്ല. അപ്പോൾ അതിന് തൊട്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഒന്ന്, സ്വർണ്ണപ്പാളികൾ വന്നു, അതിൽ കുറേ അറസ്റ്റ് നടന്നു. പക്ഷേ അതിൻ്റെ അന്വേഷണമൊന്നും മെറ്റീരിയലൈസ് ചെയ്യാനോ അത് ഫലപ്രാപ്തിയിലെത്തി ചാർജ് കൊടുക്കാനോ സാധിക്കുന്നില്ല. നിയമമനുസരിച്ച് ആദ്യത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പുറത്തേക്ക് പോകുന്നു. ഇപ്പോഴും ഇതിൻ്റെ വ്യക്തമായ ചാർജ് ഷീറ്റുകളും വ്യക്തമായ കുറ്റപത്രങ്ങളും ഒക്കെ തയ്യാറാക്കാൻ SIT വളരെ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അഴിമതി, ഈ ശബരിമല സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ചുള്ള അഴിമതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ വന്ന ഒരു തിരുവാഭരണങ്ങളുടെ മോഷണം പോലെയല്ല. ഒന്ന്, പരസ്യമായി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് വെളിയിൽ ക്ലാഡ് ചെയ്ത് അമാൽഗമേറ്റ് ചെയ്ത് സ്വർണ്ണമാണ് അപഹരിക്കപ്പെട്ടത്. അപ്പോൾ അതൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ സ്വർണ്ണ ഉരുപ്പടി അല്ലെങ്കിൽ പണാപഹരണം പോലെ എളുപ്പം ഡിക്റ്റേറ്റ് ചെയ്ത് തൊണ്ടി മുതലെടുത്ത് ചാർജ് കൊടുക്കാവുന്ന ഒരു കേസല്ല. പക്ഷേ നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റ്, നമ്മുടെ തിരുപ്പതിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലൊരു സംഭവമുണ്ട്. തിരുപ്പതിയിലെ നെയ്യ് കുംഭകോണം ലഡുവിന് ചേർക്കാനുള്ള നെയ്യിൽ അഴിമതി, വൻതോതിൽ അഴിമതിയുണ്ട്. അപ്പോൾ അതിലിതുപോലെ SIT വന്നു. പക്ഷെ അവരൊരു 3-4 മാസത്തേക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പോയില്ല. അവർ വളരെ ആഴത്തിൽ വിഷയങ്ങൾ പരിശോധിച്ചു. അവസാനം അവർ പ്രതികളെയും ചാർജ് ഷീറ്റും എല്ലാം കൂടെ കോടതിയിലോട്ട് കൊടുത്തു. അപ്പോൾ അത് 3-4 പ്രതികൾ പൂർണ്ണമായും കസ്റ്റഡിയിലാവുകയും അവർ ശിക്ഷിക്കപ്പെടാനുള്ള നടപടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയൊക്കെ
ഇതിനേക്കാൾ വളരെ കണ്ടെത്താൻ വലിയ പാടുള്ള കാര്യമാണ്. എന്നിട്ട് അവർ ആ കോൺട്രാക്ട് റദ്ദ് ചെയ്തു, പുതിയ കോൺട്രാക്ട് ഏർപ്പെടുത്തി, ഈ സപ്ലൈ സുഗമമാക്കി. ഇവിടെ അതല്ല. അത് കഴിഞ്ഞപ്പോൾ 2017 കൊടിമരം വന്നു. അത് കഴിഞ്ഞപ്പോൾ 2025 വീണ്ടും ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ഇളക്കല കേസായി. അതും കഴിഞ്ഞപ്പോഴാണ് 2025 ആടിശിഷ്ടം നെയ്യ് വിറ്റ പണം അപഹരിച്ച ഒരു കേസ് വരുന്നു. ഇപ്പോൾ 2026 വീണ്ടും വരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ ദേവസ്വം ബോർഡിൻ്റെ മെയിൻ വരുമാന സ്രോതസ്സാണ് ഭണ്ഡാരം. ആ ഭണ്ഡാരത്തിൽ വില പിടിച്ച ഉരുപ്പടികളും സ്വർണവും വൈഡൂര്യവും വിദേശ നാണയങ്ങളും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ കൗണ്ട് ചെയ്യുന്ന, അത് വേർതിരിക്കുന്ന, അത് അക്കൗണ്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ ദേവസ്വം ബോർഡിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും ബാങ്ക് ഉദ്യോഗസ്ഥന്മാരും അല്ലാതെ മറ്റാരെയും പ്രവേശിപ്പിക്കാറില്ല. പക്ഷേ വളരെ ഖേദകരമെന്ന് പറയട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ വർഷം ചരിത്രത്തിലില്ലാത്ത രീതിയിൽ അവിടെ ദിവസവേതനക്കാരെ നിയോഗിച്ചു. അവർ വൻതോതി പണം അപഹരിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു അന്വേഷണം വേറെ. അപ്പോൾ ഇതെല്ലാം കേരള ഹൈക്കോടതി ഇങ്ങനെ തൊട്ട് വാലുപോലെ ഓരോന്ന് ഗുരുതരമായി. അപ്പോഴാണ് ഇപ്പോൾ നവംബർ 11 കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു ഉത്തരവിറക്കിയിരുന്നു. ഈ പമ്പാ സംഗമം അത് നടത്തുന്നതിന് തർക്കം കൊടുത്തുകൊണ്ട് വലിയൊരു പെറ്റീഷൻ, വലിയൊരു 2-3 പരാതികളിൽ പരിഹരിച്ചുകൊണ്ട് ഉത്തരവിറക്കി ദേവസ്വം ഫണ്ട് ഉപയോഗിക്കരുത്. ഇപ്പോൾ വൻതോതി ദേവസ്വം ഫണ്ട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം ദേവസ്വം ഫണ്ട് ഉപയോഗിക്കപ്പെട്ടു. ഇപ്പോൾ അത് ദേവസ്വം ഫണ്ട് അല്ലെന്ന് പറയുന്നു. അതിന് ഓരോ ദിവസവും ഓരോ കളവ് പറയുക. കൾച്ചറൽ അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുക, കോർപ്പസ് ഫണ്ട് എന്ന് പറയുക, സർപ്ലസ് ഫണ്ട് എന്ന് പറയുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് മുഴുവൻ, അതിൻ്റെ സമ്പത്ത് മുഴുവൻ, അതിൻ്റെ HRA ആക്ടിലെ സെക്ഷൻ 25ഉം 26ഉം അനുസരിച്ച് ഉണ്ടാക്കിയ ഫണ്ട് മുഴുവൻ ഈ ക്ഷേത്രം ഉണ്ടാക്കിയ കാലത്ത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള കോമ്പൻസേഷൻ, ഭക്തജനങ്ങളുടെ നടവരവ് തുകകൾ, ക്ഷേത്ര വസ്തുക്കളിലെ വരുമാനങ്ങൾ, സംഭാവനകൾ, ഇതെല്ലാം അടങ്ങുന്നതാണ് ദേവസ്വം ഫണ്ട്. ആ ദേവസ്വം ഫണ്ട് ബഡ്ജറ്റ് അനുസരിച്ച് പുറപ്പെടുവിക്കുന്ന ബഡ്ജറ്റിലെ ഓരോ ഹെഡുകളാണ്. അത് വേറെ ഫണ്ടാണെന്നാണ് ഇതൊരു ഈ പാവപ്പെട്ട ഭക്തജനങ്ങളെയും ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ദിവസവും ഈ ഉത്തരവാദിത്തപ്പെട്ട ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും കള്ളപ്രസ്താവനകളാക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ചില ഉത്തരവാദിത്തമുള്ള ആളുകളും ആ തരത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് കൾച്ചറൽ അഡ്വാൻസ്മെൻറ്റ്, ദേവസ്വം ഫണ്ട് ഒന്നേ ഉള്ളൂ. ആ ദേവസ്വം ഫണ്ടിന് ഓരോ വർഷമുള്ള ബഡ്ജറ്റ് അലോട്ട്മെൻറ്റിൽ പല ഹെഡുകളുണ്ടാവും. ആ ഹെഡുകളൊക്കെ വേറെ ഫണ്ടുകളാവുന്നത് എങ്ങനെയാണ്? അതുപോലെ സർപ്ലസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ദേവസ്വം ഉണ്ടാക്കിയ കാലത്ത് ഈ പ്രസ്ഥാനം തകരാതിരിക്കാൻ വേണ്ടി അത് ക്രാന്തദർശികളായ ഇതിൻ്റെ ആളുകൾ ഉണ്ടാക്കിയ ഒരു ഫണ്ടാണ്, പ്രത്യേക ഫണ്ടാണ്. അത് ഓരോ വർഷവും ബഡ്ജറ്റിൽ അൺസ്പെൻഡ് ബാലൻസ്, ചിലവാക്കാതെ മിച്ചം വരുന്നതൊക്കെ അപ്പടി ഒരു പ്രത്യേക ഫണ്ടിൽ നീക്കിയിരിക്കണം. ആ ഫണ്ടിൻ്റെ കൺട്രോള് ദേവസ്വം കമ്മീഷനും കോടതിക്കുമാണ്. ഇതിൻ്റെ എക്സ്പെൻഡിച്ചർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പർച്ചേസ് ഓഫ് ലാൻഡ്, ക്ഷേത്രത്തിന് അനിവാര്യമായി ഭൂമി മേടിക്കേണ്ട ഘട്ടങ്ങൾ, അത് വാങ്ങിക്കാൻ. പർച്ചേസ് ഓഫ് എലഫൻറ്റ്, നമ്മുടെ ക്ഷേത്ര കാര്യങ്ങൾക്ക്, ക്ഷേത്രത്തിലെ ഉത്സവാദി അടിയന്തരങ്ങൾ നടത്താനും വാഹന എഴുന്നള്ളിപ്പിനുമായിട്ട് ആനയെ വാങ്ങിക്കേണ്ട ഘട്ടങ്ങൾ, അതുപോലെ തന്നെ വാഹനങ്ങൾ മേടിക്കേണ്ട ഘട്ടം, അതുപോലെ തന്നെ നമ്മുടെ ശ്രീകോവിലിൻ്റെയും മറ്റും ആകസ്മികമായിട്ടുണ്ടാകുന്ന പണികൾ നടത്തേണ്ട ഘട്ടങ്ങൾ. ഈ ഘട്ടങ്ങളിലല്ലാതെ സർപ്ലസ് ഫണ്ട് വേറൊരു വകയ്ക്ക് ഉപയോഗിച്ചില്ല. ആ സർപ്ലസ് ഫണ്ടിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്ത് ദേവസ്വം കമ്മീഷൻ പണമെടുത്തത്. ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. ഇതൊക്കെ ചെയ്യുക, ഇതൊക്കെ ചെയ്തിട്ട് ഇതിനെല്ലാം ഓരോ തന്ത്രങ്ങൾ, ഓരോ ദിവസവും ഓരോ കളവുകൾ പറയുക. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ടാണ് പമ്പാ സംഗമം നടത്തിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. വലിയൊരു കളവാണ്. കാരണം ഈ പമ്പാ സംഗമം നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് 2-3 ദിവസം നീണ്ടു നിൽക്കും വലിയ ചടങ്ങുകളോടുകൂടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയൊക്കെ ഒന്ന് ഉദ്ഘാടനം ചെയ്ത് അത് തീർന്നതാണ്. ഇപ്പോൾ അതിൻ്റെ പേരിലാണ് അതും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് പറയുന്നത്. ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ഭക്തന്മാരെ കബളിപ്പിക്കുന്ന നടപടികൾ, ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുക, ഒരു കള്ളം മറയ്ക്കാൻ 1000 കള്ളങ്ങൾ പറയുക, ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടം. ഇവിടെയാണ്
ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇടപെടേണ്ടിയിരിക്കുന്നത്. കാരണം ഈ രാഷ്ട്രീയ ബന്ധമുള്ള ബോർഡുകളും രാഷ്ട്രീയവും ഇപ്പോൾ ഇതെല്ലാം ഈ ശബരിമലയിലെ കളവുകളൊക്കെ കളവുകളല്ല, അതൊക്കെ രാഷ്ട്രീയ തർക്ക വിതർക്കങ്ങൾ ആവുന്ന വിഷയങ്ങളായി തീരുക മാധ്യമങ്ങളിൽ. ഒരിക്കലും ഇതാവാൻ പാടില്ല. ഇത് ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സമ്പത്തിൻ്റെ നഷ്ടമാണ്. ഇത് ഭക്തന്മാരുടെ നഷ്ടമാണ്. ഇതെങ്ങനെ രാഷ്ട്രീയ നഷ്ടങ്ങളാവും? ഇതെങ്ങനെ രാഷ്ട്രീയ വൈരികൾ തമ്മിൽ എതിർക്കാനുള്ള വിഷയങ്ങളാവും? പക്ഷേ അത് തെരുവിൽ ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഡയമെൻഷനും മാറ്റിക്കൊണ്ട് രാഷ്ട്രീയ തർക്ക വിതർക്കങ്ങളാക്കുകയാണ്. വളരെ സങ്കടകരമായ ഒരവസ്ഥയിലൂടെയാണ് ഈ ദേവസ്വം ബോർഡും ഭക്തജനങ്ങളും കടന്നു പോകുന്നത്. ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ SITയുടെ പ്രവർത്തനത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? തീർച്ചയായും SITയെ ഒരു SITയെ ഒരു പ്രതിക്കൂട്ടി നിർത്തേണ്ട, അവരുടെ പ്രവർത്തന രാഹിത്യം സംശയിക്കേണ്ട ഒരു ഘട്ടമല്ല. കാരണം അവരുടെ കാര്യത്തിന് ഇത് ഞാൻ ആദ്യം മുതലേ പറഞ്ഞു വരുന്നതാണ്. ഈ സംഭവം, ശബരിമലയിലെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തിരിക്കുന്ന ഒരാളിൻ്റെ രസീതിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരാളിനെ ആദറൈസ് ചെയ്തിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ നഷ്ടമല്ല സംഭവിച്ചു. ശബരിമല ശ്രീകോവിലിന് പുറത്തുണ്ടായിരുന്ന ചില വിലപിടിച്ച ഉരുപ്പടികൾ ചോർത്തിയിരിക്കും. അത് ഇളക്കിക്കൊണ്ടുപോയതല്ല, അത് വളരെ വിദഗ്ധമായി ഇത് നന്നാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസിനോ ഒക്കെ വേണ്ടി ഇളക്കിക്കൊണ്ടുപോയി അത് ഉരുക്കി സ്വർണം മാറ്റിയൊക്കെ ചെയ്ത വലിയ ശാസ്ത്രീയമായൊരു കളവാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ശാസ്ത്രീയമായ അവലോകനങ്ങളും അന്വേഷണങ്ങളും കണ്ടെത്തലുകളും അനിവാര്യമാണ്. ശബരിമലയിലെ കൊടിമരം പുനഃസ്ഥാപിക്കുന്നതിന് സ്വർണം സംഭാവനയായി സ്വീകരിച്ചത് സംബന്ധിച്ച് അന്വേഷണത്തിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും. കാരണം ശബരിമല കൊടിമരം 1970 ഉണ്ടാക്കിയ കൊടിമരമാണ്. ഈ 70 കൊടിമരം ഇങ്ങനെ ഈ കൊടിമരങ്ങൾ ദേവസ്വം ബോർഡിലെ കൊടിമരങ്ങൾ അത് തടി കൊണ്ടുണ്ടാക്കിയ കൊടിമരങ്ങൾ ജീർണിക്കുകയും അത് കൂടെ അറ്റകുറ്റപ്പണികൾ വേണ്ടി വരികയും ചെയ്യുന്നു എന്നും അതുകൊണ്ട് അത് ശാശ്വതമായ ഒരു പരിഹാരം നിർവഹിക്കണം, അതുകൊണ്ട് ഈ കൊടിമരത്തിൻ്റെ പോളുകൾ കോൺക്രീറ്റിലേക്ക് മാറ്റണമെന്ന് ബോർഡ് തീരുമാനിക്കുകയും അന്ന് തന്ത്രിമാരുൾപ്പെടെയുള്ള സമസ്ത താന്ത്രിക ആചാര്യന്മാരും അതിനോട് സർവാൽപ്പന യോജിക്കുകയും ചെയ്തൊരു കാര്യമാണ്. അതേ തന്ത്രിമാർ തന്നെയാണ് പിൽക്കാലത്ത് ഇത് വീണ്ടും തടിയിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കൊടിമര പുനഃപ്രതിഷ്ഠ സംബന്ധിച്ചും അതിനകത്ത് തന്ത്രിമാർക്ക് വന്നെത്തുന്ന താന്ത്രിക ദക്ഷിണകൾ സംബന്ധിച്ചും ക്രിയാംഗങ്ങൾ സംബന്ധിച്ചും വലിയ കാര്യങ്ങളുണ്ട്. ഇനി അവരെ അതാണോ അട്രാക്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ശബരിമലയിലെ കൊടിമരം അത് കോൺക്രീറ്റ് പോളായിരുന്നു. ആ കോൺക്രീറ്റ് പോളിൻ്റെ പുറത്ത് നല്ല കട്ടിയുള്ള 22 ഗേജുള്ള ചെമ്പ് പറകൾ ഇറക്കി ആ ചെമ്പ് പറകൾ സ്വർണം ഗ്ലാഡ് ചെയ്ത് വെച്ചിരുന്ന കൊടിമരമാണ്. ആ കൊടിമരത്തിൻ്റെ അകത്ത് അതിൻ്റെ കോൺക്രീറ്റ് പൊട്ടിപ്പോയി എന്നൊക്കെ പുറത്തിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ ശാസ്ത്രീയമായി വല്ല എൻജിനീയറിംഗ് ടെക്നോളജി പരിശോധന നടത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഏതോ ഒരു ദേവപ്രശ്നം ഒറ്റപ്പുണ്യാഹം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്ന് യഥാർത്ഥത്തിൽ ഇതെല്ലാം അശാസ്ത്രീയമായി നടക്കുന്നത്. കാരണം ഇതൊരു ദേവാലയ സ്ഥാപനമാണ്. ഇത് തന്ത്രശാസ്ത്ര വിധിപ്രകാരം പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. ഇവിടെ ദേവഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മാനുവലിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിമിത്തങ്ങൾ ക്ഷേത്രങ്ങളിലും പൂജാകാലങ്ങളിലും ക്ഷേത്ര സങ്കേതങ്ങളിലുണ്ടാകുന്ന നിമിത്തങ്ങൾ ചില ലക്ഷണങ്ങളുണ്ടാവും. അത് ഭഗവാൻ തരുന്ന ഇൻഡിക്കേഷൻസ് ആണെന്നും അങ്ങനെയുള്ളത് സാറ്റിസ്ഫൈ ചെയ്താൽ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കണമെന്നുമാണ് നമ്മുടെ തന്ത്രശാസ്ത്രവും ദേവസ്വം ബോർഡിൻ്റെ പൂജാശാസ്ത്രവും ദേവസ്വം മാനുവലും സ്റ്റാറ്റ്യൂട്ടറും പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് ഈ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയങ്ങളിൽ ഗ്രഹണം സംഭവിക്കുക, ക്ഷേത്ര പ്രവേശനാർഹമല്ലാത്ത പക്ഷികളോ മൃഗങ്ങളോ ശ്രീകോവിലിൽ പ്രവേശിക്കുക, വിഗ്രഹങ്ങൾക്ക് കരച്ചിലോ ചിരിയോ ഒരു പ്രത്യേക പ്രസന്നഭാവമോ മ്ലാനഭാവമോ പ്രത്യക്ഷപ്പെടുക, വിഗ്രഹങ്ങളിൽ തേനീച്ചകൾ കൂടുകൂട്ടുക, ക്ഷേത്ര സങ്കേതങ്ങളിൽ
വിസർജ്യങ്ങൾ വീഴുക, പിന്നെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ കൊടിമരം പൊട്ടി വീഴുക, ഇങ്ങനെ ഒരു 10-20ഓളം അനിഷ്ടങ്ങൾ ഉണ്ടാവുന്ന ഘട്ടങ്ങളിലാണ് ദേവപ്രശ്നം നടത്തേണ്ടതെന്നാണ് ഞങ്ങളുടെ റൂളും മാനുവലും പറയണത്. ഈ ശബരിമല എങ്ങനെയാണ് ഈ ഒറ്റ ദേവപ്രശ്നം നടത്തിയത്, താമ്പൂല പ്രശ്നം നടത്തിയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ കാരണം ഇവരുടെ രസവാസനകൾക്കനുസരിച്ച്, പലപ്പോഴും ഭരിക്കുന്നവരുടെ രസവാസനകൾക്കനുസരിച്ച് പല ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള ഈ കാരണങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാതെ, ഈ തന്ത്രശാസ്ത്ര വിധിപ്രകാരമുള്ള കാരണങ്ങൾ തൃപ്തികരമായി കണ്ടെത്താതെ പലപ്പോഴും ദേവപ്രശ്നം നടത്തുകയും ദേവപ്രശ്നത്തിൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റിനെയും നാട്ടുകാരെയും ഭക്തജനങ്ങളെയും വഴിതെറ്റിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ചില പ്രത്യേക വ്യക്തികളുടെ മാനസിക വിചാരങ്ങളോ അവരുടെ താല്പര്യങ്ങളോ പ്രായോഗികമായി കൊണ്ടുവരാനുള്ള ദുഷ്ടലാക്കും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല തന്നെ നമുക്കറിയാം, പ്രസൻറ്റ് ബോർഡ് പത്മതീർത്ഥക്കുളം, മറ്റേ ഭസ്മക്കുളം ഫ്രണ്ടിലാക്കാൻ പോയി. അവിടെ എവിടെയോ ഉപേക്ഷിച്ചിരുന്ന ഏതോ ഒരു വിഗ്രഹം എടുത്തുകൊണ്ട് പ്രതിഷ്ഠിക്കാൻ പോയി. ഇതെല്ലാം ഇതുപോലുള്ള ഓരോരുത്തരുടെ താല്പര്യമാണ്. അപ്പോൾ ഇമ്മാതിരി കാര്യങ്ങളിലൂടെയാണോ 2014 ദേവപ്രശ്നം നടത്താൻ ഇടയായതെന്ന് എനിക്കറിയില്ല, അത് അന്വേഷിക്കണം. ഇത്തരത്തിലുള്ള തന്ത്രശാസ്ത്ര വിധി പ്രകാരമുള്ള വല്ല ലക്ഷ്യലക്ഷണങ്ങളും നിമിത്തങ്ങൾ കണ്ടതുകൊണ്ടാണോ ശബരിമലയിൽ ദേവപ്രശ്നം നടത്തിയത് എന്ന് വിശദമായ പരിശോധന നടത്തിയാൽ അപ്പോൾ വസ്തുത ബോധ്യപ്പെടാം. അപ്പോൾ അത് അനുസരിച്ചാണ് കൊടിമരം പുനഃപ്രതിഷ്ഠിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും കോൺക്രീറ്റ് കൊടിമരത്തിന് ഇനി ദേവപ്രശ്ന വിധിയിൽ പൊട്ടലുണ്ടെന്ന് കണ്ടാൽ പോലും അത് ശാസ്ത്രീയമായ പരിശോധന നടത്താവുന്നേ ഉള്ളൂ. ഈ ചെമ്പ് പറകൾ മാറ്റി നല്ല എൻജിനീയറിംഗ് ടെക്നോളജിസ്റ്റിനെ കൊണ്ട് അത് പരിശോധിപ്പിച്ച് ഈ ക്ഷതമുണ്ടായിട്ടുണ്ടെന്ന് ബോധ്യപ്പെടാവുന്നതായിരുന്നു. അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്തിനാണ് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നത്? അപ്പോൾ അത് നടന്നപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഒരു ഭക്തൻ 3,20,00,000 രൂപയും ഇതിന് ദേവസ്വം ബോർഡിന് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കണക്കാക്കിയ തുക എന്നുവെച്ചാൽ പുതിയ പോളുണ്ടാക്കാൻ, അത് കഴിഞ്ഞ് ചെമ്പ് പറകളുണ്ടാക്കാൻ, അതിൽ സ്വർണ്ണം ആഡ് ചെയ്യാൻ, അതിനാവശ്യമായ മെറ്റീരിയൽസിൻ്റെ വില, അതിൻ്റെ കൂലി ചെലവ്, അതിൻ്റെ താന്ത്രിക ക്രിയകളുടെ ചിലവ്, ഇതെല്ലാം കൂടെ ചേർന്ന് 3,20,00,000 രൂപ ഒരു ഫിനിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കൊണ്ട് അടപ്പിക്കുകയും ചെയ്തു ദേവസ്വം ബോർഡിലേക്ക്. പിന്നെ എന്തിനാണ് പിരിവ് നടത്തിയത്? അപ്പോൾ അത് ഒരു സ്പോൺസർ അല്ലെങ്കിൽ ഒരു ഭക്തൻ സ്വന്തം ചെലവിൽ നടത്തുന്ന ഒരു ഫംഗ്ഷൻ, കൊടിമര പ്രതിഷ്ഠ. അപ്പോൾ ആ ഭക്തൻ്റെ ഹൃദയവേദന ഉണ്ടായില്ലയോ? ആ ഭക്തൻ്റെ വഴിപാട് നശിച്ചില്ലേ? അതിനർത്ഥമുണ്ടോ? അപ്പം പിന്നെ എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അങ്ങയുടെ അറിവിൽ മുമ്പ് ഇതുപോലെ കൊടിമരം പോലുള്ള സാധനങ്ങളുടെ നിർമ്മാണത്തിന് ഈ സ്വർണം ഇങ്ങനെ ദാനമായിട്ട് സംഭാവനയായിട്ട് സ്വീകരിച്ച ഓർമ്മയുണ്ട്? ഉണ്ട്. ഏറ്റുമാനൂർ അമ്പലത്തിലെ കൊടിമരം അതും ഇതുപോലെ കോൺക്രീറ്റ് ആയിരുന്നു. അതും തന്ത്രിയുടെ അഭിപ്രായ പ്രകാരമാണ് കോൺക്രീറ്റ് ആക്കിയത്. അതും പിൽക്കാലത്ത് തന്ത്രി തന്നെയാണ് എഴുതി കൊടുത്ത് കോൺക്രീറ്റ് മാറ്റി തടി വയ്ക്കുന്നത്. അവിടെ കൊടിമരത്തിൻ്റെ തന്ത്രശാസ്ത്ര വിധിക്ക് വിരുദ്ധമായി പഴയകാല കൊടിമരത്തിൻ്റെ ഉയരം കൂട്ടി. അവിടെ കൊടിമരത്തിൻ്റെ കൂട്ടി ഓപ്പൺ കാണിക്ക വെച്ച ആളുകൾ ഭക്തജനങ്ങളുടെ സ്വർണവും മറ്റും ശേഖരിച്ചതായിട്ട് എനിക്കറിയാം. അതിനെതിരെ അന്നത്തെ ദേവസ്വം കമ്മീഷൻ ബഹുമാനപ്പെട്ട കോടതിക്കും ഈ അഡ്വക്കേറ്റ് കമ്മീഷനെതിരെ എഴുതി കൊടുത്തതായിട്ടും എനിക്കറിയാം. ഇതേ കമ്മീഷണർ തന്നെ, ഇതേ കമ്മീഷനായിരുന്നു. ഇപ്പം ഒരു കാര്യം ഞാൻ പറയാം, ഈ ദേവസ്വം ബോർഡിൽ എവിടെ കൊടിമരം ഉണ്ടാക്കിയാലും ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ അവിടെ പ്രത്യക്ഷപ്പെടും. സാധാരണ അഡ്വക്കേറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന നിർവചനം തന്നെ വരുന്നത് ഒന്നി പരാതിക്കാരൻ അല്ലെ എതിർകക്ഷി, ഏതെങ്കിലും ഒരു കക്ഷി ആവശ്യപ്പെടണം. നമ്മൾ സാധാരണ സിവിൽ കേസുകളൊക്കെ വരുമ്പോൾ കമ്മീഷൻ വയ്ക്കാറുണ്ട്. ഇതൊന്നുമില്ല. ഒരു കമ്മീഷൻ ഒരാൾ എത്തുക, സ്വമേധയാ കമ്മീഷൻ ഇരിക്കാമെന്ന്, ഒരു പാരിതോഷികം പറ്റാതെ ഇരിക്കാമെന്ന് പറയുക, വന്ന് ചെയ്യുക. അതെനിക്ക് എവിടെ കൊടിവരെ ഉണ്ടായാലും അഡ്വക്കേറ്റ് കമ്മീഷൻ എത്തും.
പേര് പറയാൻ ഭയമുണ്ടോ? ഭയമല്ല, എന്തിന് ഒരാളിൻ്റെ വ്യക്തിയെ ഞാൻ അധിക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ആശങ്കാകുലമായ പല കാര്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ടെന്നാണ്. കാരണം എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ കൊടിമരം 2006 ശ്രീവരാഹം കൊടിമരം, ഞാൻ അന്ന് വിജിലൻസ് ഓഫീസറാണ്. ഞാൻ ആ കൊടിമരത്തിൻ്റെ പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും അവിടെ നോക്കാൻ പോയിരുന്നു. ആ കൊടിമരത്തിൽ ഈ നോട്ടീസിൻ്റെ അല്ലെങ്കിൽ നോട്ട്ബുക്കിലെ ഷീറ്റിൻ്റെ ഇതിൽ ഈ ഷീറ്റാക്കി സ്വർണം ഒട്ടിക്കുകയാണ്, മെർക്കുറി വെച്ച് ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചിട്ടത് ഒലയിൽ പിടിക്കും. ഒലയിൽ പിടിച്ച് കറക്കി ഈ പലപ്പോഴും 7 ലെയർ 9 ലെയറൊക്കെ ഒട്ടിക്കുമ്പോൾ 1 2 ലെയർ ഉരുവി ഈ തീക്കട്ടയ്ക്കകത്ത് വീഴും. അത് പണി തീർന്ന് അത് അണച്ചെടുത്ത് അത് വാരിക്കെട്ടി അതിനകത്തുനിന്ന് ഈ സ്വർണത്തിന് കേടില്ല, അവിടെ വീണാലും കറുത്ത നിറമായിരിക്കും, ഉരുവി കട്ടിയായിട്ടിരിക്കും. അത് അന്ന് കണ്ടെത്തി ശ്രീവരാഹത്ത് കണ്ടെത്തിയ സാധനം മകസർ എഴുതി ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കുറച്ച് കൂടുതൽ സാധനമുണ്ട്. ബാക്കിയുള്ളിടത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇപ്പം ശബരിമല ആ മണ്ണിൽ നിന്ന് എടുത്തത് 17 മില്ലിഗ്രാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ശ്രീവരാഹത്ത് 100 ഗ്രാമിൽ കൂടുതൽ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 100-200 ഗ്രാം അതിൽ കൂടുതൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 9 കിലോ സ്വർണ്ണമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏതാണ്ടൊരു 100-300 ഗ്രാം ആ ഉരുവി വീഴേണ്ടതാണ്. എൻ്റെ അനുഭവം അതാണ്. ഈ 17 മില്ലിഗ്രാം പോരാ, അതൊന്ന് നോക്കിയാൽ കൊള്ളാം. ബാക്കിയുള്ള കൊടിമരത്തിലൊക്കെ കണ്ടിട്ടുണ്ടോ, അവിടെയൊക്കെ മകസറുണ്ട്. പരിശോധിച്ച് വരുമ്പോൾ കാര്യങ്ങൾ എന്തായാലും അത് പരിശോധിക്കാനായിട്ട് വിജിലൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ പരിശോധന വരുമ്പോൾ എന്താണ് ഈ ഓരോരുത്തരുടെ കൊടിമര പ്രതിഷ്ഠകൾ മാത്രം സൂപ്പർവൈസ് ചെയ്യാനുള്ള ഈ ത്വര, ഒരു ഭക്തൻ്റെ അമിതമായ ആവേശം നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. ഒരു കൊടിമരം സ്പെഷ്യലിസ്റ്റ് കൊടിമര പ്രതിഷ്ഠയുള്ളിടത്തല്ലാതെ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറില്ല. അദ്ദേഹത്തിന് അതൊരു ഹരമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകതയെന്ന് പരിശോധിച്ചാൽ കണ്ടെത്താതിരിക്കുകയില്ല. പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ 2008-2009 ഏറ്റുമാനൂർ കൊടിമരത്തിന് അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. അന്നത്തെ ദേവസ്വം കമ്മീഷണർ ശ്രീ PV നളിനാക്ഷൻ നായർ ഈ അഡ്വക്കേറ്റ് കമ്മീഷനെതിരായിട്ട് കേരള ഹൈക്കോടതിയിൽ എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നടപടി ഉണ്ടായോ? അല്ല, അദ്ദേഹത്തിനെ അന്ന് ആ പദ്ധതിയിൽ നിന്ന് മാറ്റി. പിന്നെ അദ്ദേഹം കുറേ കാലത്തേക്ക് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നളിനാക്ഷൻ നായർ പോയതിന് ശേഷം പിന്നെ പുള്ളി പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഈ കൃത്യമായ നടപടികളോ ശിക്ഷാ നടപടികളോ ഇല്ലാത്തതാണോ ഇത്തരം തട്ടിപ്പുകൾ കൂടുന്നതിന് കാരണം? തീർച്ചയായിട്ടും ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ ദേവസ്വം ബോർഡിൻ്റെ പല ഇൻസിഡൻറ്റുകളും സംഭവങ്ങളും പണാപകരണങ്ങളും ഒക്കെ ശാസ്ത്രീയമായി അതിൻ്റെ റൂട്ട് തലത്തിൽ അതിൻ്റെ മൂലം അന്വേഷിച്ച് വളരെ വ്യക്തതയോടെ കണ്ടെത്തുകയും അതിന് കർശനമായ നടപടി ഉണ്ടാവുകയും ചെയ്താൽ ഈ അഴിമതി കുറയ്ക്കാൻ പറ്റും എന്നാണ്. കുറയ്ക്കാൻ പറ്റും. കാരണം അത് ഇപ്പം ഈ കഴിഞ്ഞ ഒരു 8-10 വർഷത്തെ കാലത്തെ ചരിത്രം പറയുന്നത് വളരെ കടുത്ത പണാപകരണങ്ങൾക്ക് പോലും നടപടിയില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ശബരിമലയിൽ 2-3 വർഷത്തിന് മുമ്പ് ഈ അന്നദാനം നടത്തിയ ഏതോ ഒരു കോൺട്രാക്ടറുടെ പേരിലുള്ള ചെക്ക് മാറിയെടുത്ത ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ആദ്യം കുറച്ച് ദിവസം സസ്പെൻഡ് ചെയ്ത് വിജിലൻസ് കേസാണ്. അദ്ദേഹത്തെ പിന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഈ അടുത്ത കാലത്ത് ED അദ്ദേഹത്തിൻ്റെ സ്വത്ത് കണ്ടുകിട്ടി. അദ്ദേഹം സർവീസിലിരിക്കുക ഇപ്പോഴും. ബോർഡ് ഒരു നടപടി എടുത്തിട്ടില്ല. അതുപോലെ പല കേസുകളും. കള്ള സർട്ടിഫിക്കറ്റുകാരെ സംരക്ഷിക്കുക, കള്ള ബില്ലുകൾ എഴുതി മരാമത്ത് കോൺട്രാക്റ്റുകൾ നടത്തിയ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ കുറ്റവിമുക്തരാക്കുക, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ദേവസ്വം ബോർഡിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ അന്വേഷണം നീണ്ടുപോവുകയാണ്. പിന്നെ മൊത്തത്തിൽ കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും കൃത്യമായി തെളിയിക്കാൻ പറ്റുന്ന ഒരു കേസാണോ? ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇതിൻ്റെ സാമ്പിൾസ് ആദ്യം ISRO കൊടുത്തു. ISRO ഇപ്പോൾ ഇത് ബാർക്കിലേക്ക് അയക്കുന്നു. ഇതൊരു ചെറിയ കാലയളവിലെ സംഗതികൾ ഇത്രയും വലിയ ഒരു ശാസ്ത്രീയ പരിശോധനയൊക്കെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും നടക്കുമോ? ഇപ്പോൾ SIT ഉദ്ദേശിക്കുന്നത് 1998-99 അന്നാണ് ഈ ശ്രീകോവിലിന് ചുറ്റും ഈ ദ്വാരപാല വിഗ്രഹങ്ങളായാലും അയ്യപ്പ ചരിതങ്ങളായാലും കട്ടളപ്പാളിയായാലും പുതിയ ചെമ്പ് കൊണ്ട് അത് ഉണ്ടാക്കി അത് ക്ലീൻ ചെയ്ത് അതിലാണ് സ്വർണ്ണപ്പാളികൾ ഒട്ടിച്ചു ചേർത്തത്. ആ സാധനമാണ് 2018 ഈ
എടുത്തുകൊണ്ട് പോയി സ്വർണം പൂശിയതെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിലുള്ളൊരു വിഷയം 1998-99 ഉപയോഗിച്ച ചെമ്പ് തന്നെയാണോ ഇപ്പോൾ 2018 അവരിക്കുന്ന അമാൽഗമേറ്റ് ചെയ്ത സ്വർണ്ണ പൂശി കൊണ്ടുവച്ചത് എന്നുള്ളതാണ്. അതിൻ്റെ ഏജിങ്ങാണ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. ആ ഏജിങ് കണ്ടുപിടിച്ച് അത്രയും ഏജ് ഉള്ളതല്ല എങ്കിൽ തീർച്ചയായും ഈ സാധനങ്ങൾ ഔട്ട് റേറ്റിൽ വിറ്റിട്ടുണ്ടാവും. അത് വളരെ ഗുരുതരമായ കേസായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അന്വേഷിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് താല്പര്യത്തിന് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. നഷ്ടപ്പെട്ട സ്വർണം പൂർണ്ണമായി വീണ്ടെടുക്കാനാകുമോ? നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാൻ പറ്റത്തില്ല. നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ മൂല്യം ഈ പ്രതികളിൽ നിന്നും ഈടാക്കാൻ സാധിക്കും. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലുള്ള കേന്ദ്ര ഏജൻസികൾ കേസ് അന്വേഷണത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ കേസിൻ്റെ ഗതിയെ ബാധിക്കുമോ? അതൊന്നും നമ്മളൊരു നിയമപരമായ ഇത് പക്ഷേ ദേവസ്വം ബോർഡിലെയും ബോർഡ് ഭരണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും ബോർഡ് അധികാരികളുടെയും മേഖലയിൽ വൻതോതിൽ ധനം ആർജിച്ചവർ, ഈ സമ്പത്ത് ആർജിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അതിലും ഒട്ടേറെ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നു. ഇത് അവിടെ സ്ഥിരം പരിപാടിയാണോ? 11/9 ഹൈക്കോടതി ഈ പമ്പാ സംഗമം നടത്താൻ അനുമതി കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പ്രത്യേകം പറഞ്ഞ് അവരിങ്ങോട്ട് പറഞ്ഞതല്ല, അവരോട് അങ്ങോട്ട് പോയി പറഞ്ഞു ഞങ്ങൾ ഒരു ദേവസ്വം ഫണ്ടും ഉപയോഗിക്കില്ല. അപ്പോൾ അത് കോടതി എൻഡോഴ്സ് ചെയ്തു. ശരി, അങ്ങനെയാവട്ടെ, ഭക്തന്മാരുടെ സമ്പത്തെടുത്ത് നിങ്ങൾ നടത്തിക്കൊള്ളുക, 45 ദിവസത്തിനകം കണക്ക് തരണം. 20/9 നടത്തിയതിൻ്റെ കണക്ക് 45 പോയിട്ട് 90 പോയിട്ട് കോടതി വാളെടുത്തപ്പോഴാണ് നിവൃത്തിയില്ലാതെ ഹാജരാക്കിയത് ഇപ്പടി അതും ബോർഡ് അധികാരപ്പെടുത്തി ഓഡിറ്റർ നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ട്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിന് മുകളിൽ ഇത് ബഹുമാനപ്പെട്ട കോടതി അതിന്മേൽ പുറപ്പെടുവിച്ച ഉത്തരവ്. ഇതിനെതിരെ ദേവസ്വം ബോർഡിൻ്റെ ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസർ അങ്ങനെയല്ല ഇങ്ങനെ എവിടെയോ ഇടയ്ക്ക് കോർപ്പസ് ഫണ്ടാണെന്ന് പറഞ്ഞൊരു വകുപ്പ്. കോർപ്പസ് ഫണ്ടെന്ന് പറഞ്ഞാൽ മൂലധനം ഉപയോഗിക്കാനേ പാടില്ല. എന്നുവെച്ചാൽ മൂലധനം അങ്ങനെ കിടക്കും, അതിൻ്റെ പലിശ ഉപയോഗിക്കാം. അതാണ് കോർപ്പസ്. അങ്ങനെ ഒരു ഫണ്ട് ദേവസ്വം ഫണ്ടിലുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ പെൻഷൻ ഫണ്ട് കോർപ്പസ് ഫണ്ടാക്കാനൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, അതും നോട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ദേവസ്വം ഫണ്ട് 25 അനുസരിച്ചും 26 അനുസരിച്ചുള്ള സർപ്ലസ് ഫണ്ടും ദേവസ്വം ഫണ്ടും രണ്ട് ഫണ്ടേ ഉള്ളൂ. അത് ഒന്ന് ജനറൽ ഫണ്ട്, ഒന്ന് സർപ്ലസ് ഫണ്ട്. പിന്നെ ബോർഡ് സെക്രട്ടറിയുടെ നിലയിൽ ഒരു എഡ്യൂക്കേഷൻ ഫണ്ടുണ്ട്. അല്ലാതെ അവിടെ കോർപ്പസ് ഫണ്ടൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഓരോ വീണിടത്തുണ്ട് ഓരോ കള്ളങ്ങൾ പറയും. പക്ഷേ ഇറ്റ് ഈസ് ദ ഹൈ ടൈം ഇതാരായാലും ഒന്നുകിൽ ഉത്തരവാദിത്വമുള്ള കേരളത്തിലെ ഭക്തജനങ്ങൾ ശക്തിയായ സമീപനം സ്വീകരിക്കണം. അല്ലെങ്കിൽ ഈ ഹിന്ദു ധർമ്മസ്ഥാപനത്തിന്മേൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്കുള്ള റൈറ്റും പ്രിവിലേജും എൻജോയ് ചെയ്തുകൊണ്ട് ഇപ്പോഴെങ്കിലും ഈ ബോർഡ് രാഷ്ട്രീയ ബന്ധ ബോർഡ് ഭരണം അവസാനിപ്പിച്ച് ഒരു 5 വർഷത്തേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നാൽ ഇതിനെ ഇനിയെങ്കിലും രക്ഷിക്കാം. അതല്ല എങ്കിൽ ഇതിൻ്റെ ഈ സംസ്ഥാന രൂപീകരണ കാലത്ത് കേന്ദ്രം കൊടുത്ത ഒരു ഗ്യാരണ്ടിയുണ്ട് ഈ സ്ഥാപനം. ഈ ഹിന്ദു ധർമ്മ സ്ഥാപനത്തിന് എന്തെങ്കിലും ഹാനി ഉണ്ടാകുന്നെങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കാൻ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാരണ്ടി ഉപയോഗിച്ച് കവനൻറ്റിൽ കൊടുത്ത ഗ്യാരണ്ടി ഉപയോഗിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഇടപെടാൻ തയ്യാറാവണം. അല്ല എങ്കിൽ കേരളത്തിലെ 1254 മഹാക്ഷേത്രങ്ങൾ, ഈ മഹാക്ഷേത്രങ്ങളിൽ പലതും വൈക്കം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, ശ്രീകണ്ഠേശ്വരം, മലയാലപ്പുഴ തുടങ്ങിയ മഹാക്ഷേത്രങ്ങളിൽ ദശലക്ഷക്കണക്കിന് രൂപയുടെ തിരുവാഭരണങ്ങളും വളരെ വിലപിടിപ്പിച്ചുള്ള പൗരാണിക പ്രാധാന്യമുള്ള മൂല്യം കണക്കാക്കാൻ വയ്യാത്ത സമ്പത്തുകളുമുണ്ട്. ഈ സമ്പത്തുകൾ ദേവസ്വം ബോർഡിൻ്റെ 20 സ്ട്രോങ് റൂമുകളിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഈ മാൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബോർഡിൻ്റെ ഈ ഭരണതലത്തിലുള്ള ഈ കൊടിയ ജീർണത അതിനോളം ബാധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. ബാധിച്ചാൽ അത് ഭാരതത്തിലെ
ഹിന്ദു സമൂഹത്തിനും ഭാരതത്തിൻ്റെ ചരിത്രത്തിനും ഭാരതത്തിനും വലിയ നഷ്ടമായിരിക്കും ഉണ്ടാക്കിയത്. വളരെ ഉത്കണ്ഠ എനിക്കുണ്ട് ആ കാര്യത്തിൽ. കെ ജയകുമാർ IAS ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷം കൈക്കൊണ്ട നടപടികൾ ആശാവഹമായ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേയില്ല. കാരണം ഇദ്ദേഹം അവിടെ ബോർഡിൻ്റെ ചുമതലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് സെക്രട്ടറിക്ക് പ്രവർത്തിക്കാം, ഭൂരിപക്ഷ ബോർഡില്ലെങ്കിൽ. അങ്ങനെ പ്രവർത്തിച്ചുള്ള കാലത്തും ഈ സ്ഥാപനത്തിന് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ശബരിമലയിലെ പ്രസാദങ്ങൾ ഫ്രീ ആക്കുക, ശർക്കര പായസം, വെള്ളം നിവേദ്യമൊക്കെ ഫ്രീ ആക്കി കൊടുത്ത സംഭവങ്ങളുണ്ട്. ശബരിമല ശൗചാലയങ്ങൾ ഒരിക്കൽ സുലഭെന്ന് പറയുന്നൊരു കമ്പനിക്ക് സൗജന്യം കൊടുത്തു. വലിയ വഴക്കുകളുണ്ടായി, അവർ വലിയ കുഴപ്പങ്ങളുണ്ടായി, അത് ഇടയ്ക്ക് വെച്ചു. ഈ ദേവസ്വം ഫണ്ടിന് വലിയ ലോസ് ഉണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ കൊട്ടാരക്കര ഇളയിടത്ത് പാലസ് എന്ന് പറയുന്നൊരു പാലസുണ്ട്, ഒരു പാലസ്. അത് ഒരു മാസം ഒരു 50,000 രൂപ വാടക കിട്ടുന്ന വലിയൊരു കൊട്ടാരമാണ്. ഇത് പണ്ട് കാലത്ത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്ക് എടുത്തിട്ട് ഒഴിയാതിരുന്ന് കൊല്ലം കോടതി കേസ് നടത്തി ഒഴിയിപ്പിച്ചെടുത്ത് ദേവസ്വം ബോർഡ് അതിനകത്തൊരു ദേവസ്വം ബോർഡ് മ്യൂസിയം തുടങ്ങി. ഡോക്ടർ N. ബാബു പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞാൽ ഇദ്ദേഹം ചാർജിലേക്ക് വന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു? അത് 1 രൂപ വാടകയ്ക്ക് ഏതോ ഒരു സാംസ്കാരിക വകുപ്പിനോ മണ്ണടി വേലിത്തമ്പി ദളവ സംസ്കാരത്തിനോ കൊടുത്തിട്ടുണ്ട്. 1 രൂപ വാടക. ഈ സ്ഥാപനത്തിന്, ഈ ഹിന്ദു ധർമ്മ സ്ഥാപനത്തിന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ദശലക്ഷങ്ങളുടെ നഷ്ടമാണ് അതുകൊണ്ടുണ്ടായത്. അമ്മാതിരി കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്ത് ഞാൻ മറക്കുന്നില്ല. അതുപോലെ തന്നെ മാർഗി, ഈ വലിയശാല അമ്പലത്തിന് മുന്നിൽ മാർഗി കെട്ടിടം 10,000 രൂപയെങ്കിലും വാടക മേടിക്കേണ്ട കെട്ടിടം ചെറിയ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കറണ്ട് ചാർജ് ഇതിനൊക്കെ കൂടെ ഡിപ്പാർട്ട്മെൻറ്റ് വഹിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പോട്ടെ. 2007 മുതൽ 2017 വരെ അദ്ദേഹം ശബരിമല മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന പ്രവൃത്തികളും പ്രവൃത്തിയുടെ ന്യൂനതകളും അതിൻ്റെ ഫലപ്രാപ്തി സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ 2017 ജഡ്ജ്മെൻ്റ് ഇരിപ്പുണ്ട്. അന്ന് കോടതി അദ്ദേഹത്തെ മാറ്റി ജസ്റ്റിസ് സിരിജകനെ ചെയർമാനാക്കി. ഈ ചെയ്ത പ്രവൃത്തികളൊന്നും ഈ പ്രസ്ഥാനത്തിനോ ഈ ഭക്തജനങ്ങൾക്കോ പ്രയോജനപ്രദമില്ല. ഏതാണ്ട് 2.5-3 കോടി രൂപ അടച്ചിട്ട് ബെയിലി പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ശബരിമല പോകുമ്പോൾ ഒന്ന് നോക്കിക്കോണം. ഒരു കാലൊടിഞ്ഞ പട്ടി പോലും അതിലേക്ക് കയറി നടക്കത്തില്ല. ക്രിമിനൽ വേസ്റ്റ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കുന്നത്. അവിടെ കുറച്ച് ക്യൂ കോംപ്ലക്സുകൾ ഉണ്ടാക്കി വെച്ചു. ഇപ്പോഴും ഭക്തന്മാർ അത് ഉപയോഗിക്കുന്നില്ല. എന്തിന് ഈ പണം മുടക്കി? കേന്ദ്ര ഗവൺമെൻറ് 99 കോടി, സംസ്ഥാനത്തിൻ്റെ 25 കോടി, ഭക്തജനങ്ങളുടെ 10-30 കോടി, ഇത്രയും ചിലവാക്കി ഉണ്ടാക്കിയതാണ്. അപ്പോൾ പകല് കയ്യെ പിടിക്കുമ്പോൾ ഇല്ലാത്തത് രാത്രി കണ്ണ് കാണിക്കുമ്പോൾ വരുമെന്ന് പറയാൻ പറ്റും? എനിക്ക് പറ്റില്ല. എനിക്ക് ഒട്ടും ശുഭാപ്തി വിശ്വാസമില്ല. അദ്ദേഹമാണ് ഇപ്പോൾ ഇരിക്കുന്നു. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ അവിടെ നടന്ന അരിപ്പാട് അമ്പലത്തിലെ മോഷണം, വേറെ ഏതോ ഒരു അമ്പലത്തിലെ ഉദ്യോഗസ്ഥ 24 കോടി അടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു വീഴ്ചക്കാരൻ്റെ പേരിൽ പിന്നെ ED സ്വത്ത് കണ്ടുകെട്ടി. അയാളുടെ പേരിൽ ഒരു നടപടി എടുത്തില്ല. ഇത് പോട്ടെ. നമ്മുടെ റൂൾ അനുസരിച്ച് ഞങ്ങളുടെ തന്ത്രി പബ്ലിക് സർവൻ്റാണ് ദേവസ്വം തന്ത്രി. കണ്ഠര് രാജീവര് എത്ര ദിവസമായി ജയിലിലാണ്? ഇദ്ദേഹത്തിന് അറിയാമല്ലോ, പൊതുസമൂഹത്തിന് അറിയാമല്ലോ, മാധ്യമങ്ങൾക്കറിയാമല്ലോ. പബ്ലിക് സർവൻ്റാണ്. 24 മണിക്കൂറിനപ്പുറം ഒരു പൊതുസേവകൻ കസ്റ്റഡിയിലിരുന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? തന്ത്രിയുടെ പൊസിഷൻ ഓഫ് തന്ത്രി ദേവസ്വം മാനുവൽ ഫസ്റ്റ് വോളിയത്തിൽ 6-ാം ചാപ്റ്ററിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചടക്ക നടപടിയെടുക്കാനും ഒരു ജീവനക്കാരൻ്റെ സ്ഥാനം നിർത്തിക്കൊണ്ട് നടപടിയെടുക്കാനും ബോർഡിന് അധികാരമുണ്ട്. കേട്ടോ? എടുത്തോ? എടുത്തില്ല. ഇപ്പോഴ് കുറേ ജീവനക്കാരെ, ചരിത്രത്തിലാദ്യമായി ദിവസവേതനക്കാരെ ഭണ്ണാരത്തിൽ നിയമിച്ചുണ്ടാക്കിയ കോലാഹലം ചില്ലറയാണോ? എന്ത് നടപടിയെടുത്തു അദ്ദേഹം? ഈ ഡ്യൂട്ടി ഇട്ട ഉദ്യോഗസ്ഥനെതിരെ, ഈ ഭണ്ണാരത്തിൽ ദിവസവേതനക്കാരനെ ഡ്യൂട്ടിക്കിട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്തെങ്കിലും ഒരു നടപടി എടുത്താൽ അങ്ങേക്ക് പറഞ്ഞുതരാം. വണ്ടിയുടെ പിറയിൽ കാളെ കെട്ടിയ പോലെ, മുമ്പിലല്ല. അപ്പോൾ അതാണ് ഇത് ഗുണകരമാകുമോ
പ്രയോജനപ്രദമാകുമെന്ന് വിലയിരുത്തേണ്ടത് ഭക്തജനങ്ങൾ മറ്റുള്ള അത് അല്ലെങ്കിൽ സാവകാശം ഇത് പുറത്തു വരും.